ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം ഡിസംബർ 18 നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 1 അധ്യായം 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യൗസേപ്പിതാവിനുണ്ടാവുന്ന സ്വപ്നം. താൻ വിവാഹം ഉറപ്പിച്ചിരുന്ന കന്യക ഗർഭിണിയായി കാണപ്പെട്ടു എന്നത് കണ്ട് ആ കന്യക മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെടാൻ ഇരിക്കാതിരിക്കാൻ വേണ്ടി രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന യൗസേപ്പ് അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാലാഖ സ്വപ്നത്തിൽ വന്ന് ശങ്കിക്കേണ്ട, അവളെ നീ ഭാര്യയായി സ്വീകരിക്കണം എന്ന് പറയുന്ന വചനഭാഗം. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തൻ്റെ ജീവിതത്തിൽ അന്നുവരെ സംഭവിക്കാത്ത ഒരു പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ സാഹചര്യത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന് 2 വഴികൾ തിരഞ്ഞെടുക്കാമായിരുന്നു. 2 ചോയ്സ് വിശുദ്ധ യൗസേപ്പിതാവിന് മുൻപിലുണ്ട്. ഒന്ന്, തൻ്റെ മനസ്സ് പറയുന്നതനുസരിച്ച്, യുക്തിക്കനുസരിച്ച് മറിയത്തെ ഉപേക്ഷിക്കുകയും ആരും അറിയാതെ മറിയത്തെ ഉപേക്ഷിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയും ചെയ്യാം. ഒന്നുമില്ലാത്തതുപോലെ തൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം. ഓപ്ഷൻ നമ്പർ 1, തൻ്റെ ഇഷ്ടമല്ല, മാലാഖ പറയുന്നതനുസരിച്ച് ഇതിൽ ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കി താൻ ഇനി മറിയത്തെ സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടാനും കുത്തുവാക്ക് കേൾക്കാനും സ്വന്തക്കാരെയും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെടാനും സാധ്യതയുള്ള ഒരവസരം. പരിശുദ്ധ കന്യകാമറിയത്തെ സ്വീകരിച്ചുകൊണ്ട് ആരാണ് അപ്പനെന്നറിയാത്ത ആ കുഞ്ഞിന് ഒരു പിതാവായി മാറുക. ഓപ്ഷൻ നമ്പർ 2. വിശുദ്ധ യൗസേപ്പിതാവ് സ്വീകരിക്കുന്നത് ഈ 2ാമത്തെ ഓപ്ഷനാണ്. ഞാൻ പറയും, ബൈബിളിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ത്യാഗങ്ങളിലൊന്ന് ഈ വിശുദ്ധ യൗസേപ്പിതാവ് തൻ്റെ ജീവിതത്തെയും തൻ്റെ വിചാരങ്ങളെയും തൻ്റെ ഇഷ്ടങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തതാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കും ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിലും എല്ലാ സാഹചര്യങ്ങളിലും 2 ഓപ്ഷൻസ്, 2 ചോയ്സസ് നമ്മുടെ മുൻപിലും കർത്താവ് വെച്ച് നീട്ടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് താല്പര്യമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു ചോയ്സ്. 2ാമത്തേത് ചെറിയ ത്യാഗങ്ങൾ, അത് ഇഷ്ടങ്ങളുടെ ആയിക്കോട്ടെ, താല്പര്യങ്ങളായിക്കോട്ടെ, എനിക്ക് ലഭിക്കാൻ പോകുന്ന ലാഭങ്ങളുടെ ആയിക്കോട്ടെ, അതൊന്നും വേണ്ടാന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ ത്യാഗം ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ദൈവം ഓരോ മനുഷ്യനും ഒരു നിയോഗം, ഒരു ജീവിത നിയോഗം തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളുടെ ചോയ്സിലേക്ക് പോകുമ്പോൾ ഈ ജീവിത നിയോഗമാണ് പൂർത്തീകരിക്കാതെ പെടുന്നത്. ഇന്ന് ഈ ദിവസം മുഴുവൻ നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. യൗസേപ്പിതാവ് തൻ്റെ ജീവിതത്തിൻ്റെ ആ നിയോഗത്തെ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ, പരിപാലനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, കാത്തുരക്ഷകളുടെ ഒരു നിയോഗം താൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ബൈബിളിലെ ചരിത്രം മുഴുവൻ മാറിയന്. നമുക്കും ദൈവം എവിടെയോ ചരിത്രം മാറ്റാനുള്ള ഒരു അവസരം തരുന്നുണ്ട്. നമ്മുടെ ജീവിത നിയോഗങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കർത്താവ് നമുക്കും തരുന്നുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ എൻ്റെ എന്ത് കാര്യമാണ്, എൻ്റെ എന്ത് കോൺട്രിബ്യൂഷനാണ് ഞാൻ ചെയ്യേണ്ടത്? കർത്താവെ, അതിനെക്കുറിച്ച് എന്നെ ഒന്ന് ബോധ്യവാനാക്കി തരണമേ. കർത്താവ് അത് മനസ്സിലാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, എൻ്റെ ചോയ്സ് എൻ്റെ ഇഷ്ടത്തിനും അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് എടുക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.